ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ, ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റേതെന്ന പേരിൽ പുറത്തിറങ്ങിയ ആത്മകഥയിൽ ഗുരുതര പരാമർശങ്ങൾ. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് BJPയിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്തതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്നാണ് ആത്മകഥയായി പ്രചരിക്കുന്ന പുസ്തക ഭാഗങ്ങളിലുള്ളത്. പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുക്കിലായപ്പോൾ EP ജയരാജൻ വ്യക്തമാക്കി. EP ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ പ്രചരിക്കുന്ന പുസ്തകത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. തൃശൂർ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും എറണാകുളത്തും ശോഭാ സുരേന്ദ്രനോടൊപ്പം BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഒരു തവണ മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെയാണിത്. അതിനു മുമ്പോ ശേഷമോ അവരുമായി ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. മകനെ എറണാകുളത്ത് വെച്ച് ഒരു വിവാഹ ചടങ്ങിനിടെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. ഒന്നും രണ്ടും തവണ ശോഭ വിളിച്ചു. മകൻ ഫോൺ എടുത്തില്ല. മകന്റെ ഫോണിലേക്കാണ് ജാവ്ദേക്കർ വിളിച്ചത്. അച്ഛൻ അവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അല്പം കഴിയുന്നതിന് മുമ്പ് ഫ്ളാറ്റിലെത്തി. ഈ വഴി പോയപ്പോൾ കണ്ടു കളയാമെന്ന് കരുതിയാണ് വന്നതെന്ന് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത്. 5 മിനിറ്റിൽ കൂടുതൽ കൂടിക്കാഴ്ച നീണ്ടു നിന്നില്ല. LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രയാസം മറച്ചുവെക്കുന്നില്ലെന്ന് EP ജയരാജൻ ആത്മകഥയിൽ പറയുന്നു. പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം. അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിലാണ്. പറയാനുള്ളത് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ കാര്യവും ചർച്ചയാകും എന്ന് EP ജയരാജൻ ആത്മകഥയിൽ പറയുന്നു. ഡോക്ടർ P സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. കിട്ടാതായപ്പോൾ മറുകണ്ഠം ചാടിയെന്ന ഗുരുതരമായ ആരോപണം EP ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നു. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കുന്നത് നേര്. സ്വതന്ത്രൻ പല ഘട്ടങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധി. PV അൻവർ അതിലൊരു പ്രതീകമാണെന്ന് EP ജയരാജന്റെ ആത്മകഥയിൽ പറയുന്നു. ആത്മകഥയെപ്പറ്റി EP ജയരാജൻ പ്രതികരിച്ചത് ഇങ്ങനെ: ആത്മകഥ എഴുതുകയാണ്, പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എഴുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയതല്ല. എഴുതാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു പ്രസാധകർ. ഇന്ന് 10:30 പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നാണ് വാർത്ത കാണുന്നത്. തെറ്റായ നടപടിയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്ത സൃഷ്ടിക്കാൻ മനഃപൂർവ്വം പ്രസാധകർ ചെയ്തതാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതാണ് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചേലക്കര ഇഞ്ചോടിഞ്ച് പൊരുതുമ്പോൾ പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ അതിനെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് EP ജയരാജന്റേതെന്ന പേരിൽ ആത്മകഥ പുറത്തിറങ്ങിയിരിക്കുന്നത്. അത് തന്റെ ആത്മകഥയല്ലെന്നും പ്രസാധകർ പണിഞ്ഞതാണെന്നും EP ജയരാജൻ പറയുകയും ചെയ്തു.